ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. +2 എക്കണോമിക്സിന് നിങ്ങൾക്ക് 70-ലധികം മാർക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഏത് ചോദ്യങ്ങളാണെന്നുള്ള വീഡിയോ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിരുന്നു. ആ ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ അതിലെ പ്രഡിക്ഷൻ 1 വീഡിയോ ആണിത്. ഇതിൽ നമ്മളൊരു 10 ചോദ്യം, പ്രോബ്ലം തിയറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു 10 ചോദ്യമാണ് പറയുന്നത്. 10 ചോദ്യം, അതിന് ഉത്തരവും നമ്മളിവിടെ പറയുന്നുണ്ട്. ആ 10 ചോദ്യം നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇതുപോലെ ഒത്തിരി പ്രഡിക്ഷൻ വീഡിയോസ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തത് വരുന്നുണ്ട്. അത് മുഴുവനും നിങ്ങൾ കാണാം കേട്ടോ. നിങ്ങൾ ഇനിയുള്ള 3 ദിവസങ്ങളിലിരുന്ന് അത് മുഴുവനും കണ്ട് എക്കണോമിക്സിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. സോ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ്, ഹൗ ആർ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി അഫക്റ്റഡ് വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്, ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇതിന് ആൻസേഴ്സ് എങ്ങനെ അറിയും? ഓരോന്നും വരച്ച് നോക്കണം. സോ ആദ്യത്തേത് എന്താണ്? ആദ്യത്തേതിൽ ഡിമാൻഡും സപ്ലൈയും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആകുന്നു. സോ ഇതാണ് ഡിമാൻഡ്, ഇതാണ് സപ്ലൈ, ഇതായിരുന്നു ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇതായിരുന്നു ഇക്വിലിബ്രിയം പ്രൈസ്. ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഇക്വിലിബ്രിയം പ്രൈസ് ഇതായിരുന്നു, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇതായിരുന്നു, ഇതാണ് ഡിമാൻഡ്, ഇതാണ് സപ്ലൈ, ഇതായിരുന്നു ആദ്യത്തെ ഇക്വിലിബ്രിയം. ഇനി എന്ത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡിമാൻഡ് കർവും സപ്ലൈ കർവും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി. ഡിമാൻഡിൻ്റെ വലതുവശം എന്ന് പറയുമ്പോൾ ഇതാണ് ഡിമാൻഡിൻ്റെ വലതുവശം. ഓക്കെ, ഡിമാൻഡിൻ്റെ വലതുവശം എന്ന് പറയുന്നത് ഇതാണ്. സോ വലതുവശത്തേക്ക് ഷിഫ്റ്റായി. സപ്ലൈയുടെ വലതുവശം എങ്ങോട്ട്? താഴേക്കല്ലേ. ഇതാണ് സപ്ലൈയുടെ വലതുവശം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പുതിയ ഡിമാൻഡും പുതിയ സപ്ലൈയും കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് D1 പുതിയ ഡിമാൻഡ്, S1 പുതിയ സപ്ലൈ. പുതിയ ഡിമാൻഡും പുതിയ സപ്ലൈയും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതല്ലേ? അവിടെ നിന്ന് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക, അതേപോലെ ഇങ്ങോട്ടേക്കും ഒരു ലൈൻ വരച്ചാൽ ഇക്വിലിബ്രിയം പ്രൈസിനും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്താ ഇവിടെ സംഭവിച്ചത്? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇക്വിലിബ്രിയം പ്രൈസിന് ഇവിടെ ചെറിയൊരു മാറ്റേ വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇക്വിലിബ്രിയം പ്രൈസ് മേ ഇൻക്രീസ്, ഡിക്രീസ് ഓർ റിമെയിൻ കോൺസ്റ്റന്റ് എന്നാണ്. ചെറിയൊരു മാറ്റം വന്നുള്ളൂ. അപ്പോൾ കൂടാം കുറയാം കോൺസ്റ്റന്റ് ആകാം. ബട്ട് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസസ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയുടെ കൂടുകയാണ് ചെയ്തത്. അതാണ് അതിൻ്റെ ആൻസർ. ഇനി രണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആയാൽ എന്ത് പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. ഇത് ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവ്, ഇത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം പ്രൈസ്, ഡിമാൻഡ്, സപ്ലൈ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം. ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്? രണ്ടും ലെഫ്റ്റിലേക്ക്. ഡിമാൻഡിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ്, സപ്ലൈയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? അത് അടയാളപ്പെടുത്തുക. D1 പുതിയ ഡിമാൻഡ്, S1 പുതിയ സപ്ലൈ. ഇനി അത് കണക്ട് ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു നോക്കി. അത് കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്. ഇക്വിലിബ്രിയം പ്രൈസ് തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സോ ഇക്വിലിബ്രിയം പ്രൈസ് മേ ഇൻക്രീസ്, ഡിക്രീസ് ഓർ റിമെയിൻ കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡിക്രീസസ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് എന്താ? രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക്. അതായത് ഡിമാൻഡ് വലതുവശത്തേക്കും സപ്ലൈ ഇടതുവശത്തേക്കും പോയാൽ എങ്ങനെ ഉണ്ടാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതും നമുക്ക് നോക്കാം. ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ, ഇത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അങ്ങനെ ഇരിക്കാതെ ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. അതായത് ഇവിടെ ഡിമാൻഡ് വലതുവശത്തേക്കും സപ്ലൈ ഇടതുവശത്തേക്കും പോയി എന്ന് വിചാരിക്കാം. അപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പുതിയ ഡിമാൻഡ് പുതിയ സപ്ലൈ ഇതാണ് പുതിയ ഡിമാൻഡ്, ഇതാണ് പുതിയ സപ്ലൈ അല്ലേ? പുതിയ ഡിമാൻഡും പുതിയ സപ്ലൈയും കൂടി കൂട്ടിമുട്ടിയിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം, ഇക്വിലിബ്രിയം പ്രൈസിലേക്ക് ഇങ്ങനെയും വരയ്ക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഇൻക്രീസസ് അല്ലേ? ബട്ട് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ എന്ത് പറയാം? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി മേ ഇൻക്രീസ്, ഡിക്രീസ് ഓർ റിമെയിൻ കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസസ്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് കുറയും, പക്ഷേ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടോ കുറയോ കോൺസ്റ്റന്റ് ആകുകയോ ചെയ്തേക്കാം. അങ്ങനെയാണ് അത് ചോദിച്ച ആൻസർ എഴുതേണ്ടത്. ഇനി
വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ? ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് എന്തിലേക്ക് അവർ മാറ്റിവെക്കണം? ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവർ റിസർവ് ആക്കി മാറ്റിവെക്കണം. അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അതേസമയം SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവരുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റ്സിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഗവൺമെൻറ് ഗോൾഡ് പോലെയുള്ള ഈ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് SLR. ഇനി ഇവിടെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം നോക്കാം. ഇഫ് CRR ഈസ് 0.5, CRR എന്ന് പറയുന്നത് 0.5 ആണെങ്കിൽ ആൻഡ് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ബൈ പീപ്പിൾ, ആളുകളുടെ ഡെപ്പോസിറ്റ് 100 crore ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മണി ക്രിയേറ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എത്രയാണ്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. മണി ക്രിയേറ്റഡ് ബൈ ടോട്ടൽ ബാങ്ക് കാണാൻ 1/CRR ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഡെപ്പോസിറ്റ്സ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എത്രയാണ്? 1/CRR എന്ന് വെച്ചാൽ 1/0.5 ഇൻറ്റു ഡെപ്പോസിറ്റ് 100 കോടിയാണ് അല്ലേ? അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 0.5, അത് ആൻസർ എത്ര കിട്ടും? നമുക്ക് 200 crore എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, 200 crore ആണ് ആൻസർ വരാം. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത്, ഇൻ ആൻ എക്കോണമി GDP അറ്റ് കറണ്ട് പ്രൈസ് 2500 ആണ്, കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുന്നത് 2000 ആണ്, GDP ഡിഫ്ലേറ്റർ എത്ര? എങ്ങനെ കാണാം? 2500 കറണ്ട് പ്രൈസ് ഡിവൈഡഡ് ബൈ കോൺസ്റ്റന്റ് പ്രൈസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 125 കിട്ടും. ദെൻ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ബാർട്ടർ സിസ്റ്റത്തിൽ ഡബിൾ കോൺസ്റ്റൻസ് ഓഫ് വാണ്ടില്ല, രണ്ടുപേരുടെ ആവശ്യങ്ങൾ ഒരേ സമയം എന്താ ചെയ്യാറില്ല, സോൾവ് ആകാറില്ല. ദെൻ പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി, ഇത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇത് മെഷർ ചെയ്യാൻ ഒരു കോമൺ മെഷറിംഗ് റോഡ് ഒന്നും ഇല്ലാത്തതാണ് ഇതിൻ്റെ ഡ്രോബാക്ക്. Then wealth of nation, Adam Smith, principles of economics, Alfred Marshall, nature and significance of economics, Lionel Robbins ആണ് വരുന്നത്. Then ഇതെന്താണ്? ഇതെന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് കർവാണ്. ഓക്കെ, ദെൻ അടുത്തത് ഇത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആണ് അല്ലേ? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ഇത് ടോട്ടൽ കോസ്റ്റ് കർവാണ്. ടോട്ടൽ കോസ്റ്റ് അല്ല, ഇത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ഇത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ആണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ടോട്ടൽ കോസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, ദെൻ എന്താണ് സ്പ്രെഡ്? എന്താണ് സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ പ്രോഫിറ്റ് ആണ് സ്പ്രെഡ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ലോൺ കൊടുക്കുമ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. കൊമേഴ്ഷ്യൽ ബാങ്കിന് ഡെപ്പോസിറ്റ് കിട്ടുമ്പോൾ അവരൊരു ഇൻട്രസ്റ്റ് പബ്ലിക്കിന് കൊടുക്കും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇത് ലെൻഡിങ് റേറ്റും ബോറോയിങ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. പ്രൈസ് ലൈൻ എന്താണെന്ന് വെച്ചാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് P=MC=MR ആണ്. പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. അതിനെയാണ് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും എന്താണ്? ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ആണ്. ലോങ് റൺ എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് ഓഫ് ടൈം ആണ്. ഷോർട്ട് റണ്ണിൽ വേരിയബിൾസ് എന്ന് പറയുന്നത് ചിലത് ഫിക്സഡ് ആയിരിക്കും, ചിലത് ഇൻപുട്സ് എന്ന് പറയുന്നത് ചിലത് ഫിക്സഡ് ആയിരിക്കും, ചിലത് വേരിയബിൾ ആയിരിക്കും. അതുകൊണ്ട് ഇതിന് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നു. പക്ഷേ ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്സും വേരിയബിൾ ആണ്. അതുകൊണ്ട് ഇതിന് ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് മണിയുടെ ഫംഗ്ഷൻസ്? മണിയുടെ ഫംഗ്ഷൻസ് പറയുകയാണെങ്കിൽ സ്റ്റോർ ഓഫ് വാല്യൂ, നമുക്ക് എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ കോമൺ മെഷർ ഓഫ് വാല്യൂ, പ്രൈസ് എന്നത് കോമൺ ആയിട്ട് വെച്ചിട്ട് എല്ലാത്തിനും നമുക്ക് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോർ ഡെഫേർഡ് പേയ്മെൻറ്റ്, ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ് ചെയ്യുന്നതിന് പണം വന്നതിലൂടെയാണ് സാധ്യമായത്. ദെൻ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സാധനങ്ങൾക്ക് പകരം ഇപ്പോൾ പണമാണ് കൈമാറുന്നത്. മെൻഷൻ എനി 2 motives ബിഹൈൻഡ് ദ ഡിമാൻഡ് ഫോർ മണി. 2 മോട്ടീവ്സ്. ഒരു മോട്ടീവ് എന്താണ്? പ്രിക്വേഷണറി മോട്ടീവ്, ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ എമർജൻസീസ് വന്നാൽ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണം കയ്യിൽ വെക്കുക, അതാണ് പ്രിക്വേഷണറി മോട്ടീവ്. ദെൻ ട്രാൻസാക്ഷൻസ് മോട്ടീവ്, അതായത് ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ പണം വയ്ക്കുന്നത്. ദെൻ അടുത്തതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് പർപ്പസസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബോൺസിൻ്റെ ഒക്കെ വില കൂടോ കുറയോ എന്നൊക്കെ നോക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് വിറ്റ് വാങ്ങിയൊക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പണം കയ്യിൽ വയ്ക്കും. അതിനാണ് സ്പെക്കുലേറ്റീവ് പർപ്പസ് എന്ന് പറയുന്നത്. സോ ഈ 3 3 മോട്ടീവ്സ് എന്ന് പറയുന്നത്. സോ 10 ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ നോക്കിയിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. വീഡിയോ മനസ്സിലായോ? അവസാനം വരെ ആരൊക്കെ കണ്ടുവെന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക്